അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാം സൂറ അൽ വാഖിഅ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യ ഭാഗം പാരായണം ചെയ്തിട്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠന പരിപാടിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറ അൽ വാഖിഅയുടെ ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിരുന്നു. സൂറയുടെ ആരംഭം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകാവസാനവുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് നമുക്കറിയാം. ഇദാ വഖഅത്തിൽ വാഖിഅ എന്നതാണ് ഈ സൂറയിലെ ഒന്നാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ അർത്ഥം ആ സംഭവം വന്നു ഭവിച്ചാൽ എന്നാണ്. ആ അനിവാര്യമായത് വന്നു ഭവിച്ചാൽ. ഇദാ എന്ന പദം കൊണ്ടാണ് ഈ സൂറ ആരംഭിക്കുന്നത്. ഇദാ എന്ന പദത്തിന്റെ അർത്ഥം ആയാൽ എന്നാണ്. ആയാൽ. ഖുർആനിൽ ഇദാ കൊണ്ട് ആരംഭിക്കുന്ന എത്ര സൂറകൾ ഉണ്ട്, അവ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ സൂറ സൂറത്തുൽ വാഖിഅയാണ്. അവസാനത്തേത് നമുക്ക് സുപരിചിതമായ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറയുമാണ്. അതിനിടയിൽ കുറെ സൂറകൾ വരുന്നുണ്ട്. ജുസയിലാണ് അധിക സൂറകൾ. ആ സൂറകൾ ഒന്ന് കണ്ടെത്തി രേഖപ്പെടുത്തി വെക്കുന്നത് നന്നായിരിക്കും. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് ആരംഭിക്കുന്നു. ഇദാ എന്ന പദം ആയാൽ എന്നാണല്ലോ പൊതുവെ നമ്മൾ അർത്ഥം പറയാം. സംഭവിച്ചാൽ, ഒരു കാര്യം ഉണ്ടായാൽ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഈ പദം ഷർത്തിന്റെ പദമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന. അങ്ങനെ ഉണ്ടായാൽ മറ്റെന്തോ സംഭവിക്കും എന്ന ഒരു സൂചനയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി അത് ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ സമീപസ്ഥമായ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനും ഇതാ അങ്ങനെ സംഭവിച്ചാൽ, സംഭവിക്കാനായിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു സൂചനയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതേപോലെ ഒരു കാര്യത്തിന്റെ കാഠിന്യം അല്ലെങ്കിൽ ഗാംഭീര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാ എന്ന പദം ഉപയോഗിക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എന്തായിരിക്കും എന്ന ശൈലിയിൽ ഗാംഭീര്യം ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ഭയാനകമായ അന്തരീക്ഷത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ശൈലിയാണത് എന്നും പറയാം. മറ്റു ചില മുഫസ്സിറുകൾ ഉദ്കുറു ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് ഇതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ഉദ്കുറു, ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ, ഇദാ വഖഅത്തിൽ വാഖിഅ, ആ മഹാസംഭവം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ. ഖുർആനില് പൊതുവെ ഖിയാമത്തിനെ കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ, ഖിയാമത്ത് പൊടുന്നനെയാണല്ലോ വന്നു ഭവിക്കാം, അതേ ശൈലിയിൽ വല്ലാത്തൊരു നാടകീയത സൃഷ്ടിക്കുന്ന, യാഥാർത്ഥ്യമാണ്, നാടകീയമല്ല, എന്നാൽ ആ ശൈലിയിൽ തന്നെ അതിനെ അവതരിപ്പിക്കുന്ന സൂക്തങ്ങളും സൂറകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അല്ലെ, ഭൂമി അതിൻ്റെതായ പ്രകമ്പിതമായാൽ, അത് കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ എന്ന ആ ശൈലി ഉണ്ടല്ലോ, അത് വളരെ സവിശേഷമാണ്.
ആ സമയം, അന്ത്യ സമയം സമീപസ്ഥമായിരിക്കുന്നു എന്ന ഖുർആനിന്റെ മുന്നറിയിപ്പ്. അതാ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. ഹൽ അതാക ഹദീസുൽ ഗാഷിയ, സകലതിനെയും മൂടിപ്പൊതിയുന്ന ആ മഹാവിപത്തിനെ കുറിച്ചുള്ള വാർത്ത നിനക്ക് വന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ശൈലികൾ ഖുർആനിൽ ധാരാളമായിട്ട് നാം കാണുന്നുണ്ട്. അതിൽ ഒരു ശൈലിയായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതാ ലിൽ വഖത്ത്, ആ സമയം എന്ന നിലക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും. സമയത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ. ഒരു ഷർത്ത്, ഒരു നിബന്ധന പറഞ്ഞാൽ, ഇങ്ങനെ ആയാൽ എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി ഉണ്ടാവും അല്ലെ, ഒരു ജവാബ് വേണമല്ലോ. ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെയാകും എന്ന രൂപത്തിൽ. ഇപ്പൊ ഇദാ ജാ നസ്റുല്ലാഹി ഓതുമ്പോൾ അള്ളാഹുവിന്റെ സഹായം വന്നു ഭവിച്ചാൽ, സമാഗതമായാൽ, അതിന്റെ മറുപടി എവിടെയാണ്? ഫസബ്യഹ്, ഫ കൊണ്ട് തുടങ്ങാണ്. ഫസബ്യഹ്, അപ്പോൾ താങ്കൾ അള്ളാഹുവെ പ്രകീർത്തിക്കുക എന്നതാണ് അതിന്റെ ജവാബായിട്ട് പറയാം. അങ്ങനെ വരുമ്പോ ഈ സൂറ ഇദാ കൊണ്ട് തുടങ്ങുമ്പോൾ അതിന്റെ ജവാബ് എവിടെയാണ്? കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോ ഫ അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന എന്ന 8ാമത്തെ ആയത്തിലാണ് അതിന്റെ ഉത്തരമുള്ളത് എന്നാണ്. ആ മഹാസംഭവം വന്നു ഭവിച്ചാൽ അന്ന് വലതുപക്ഷം ഉണ്ടല്ലോ, ആ വലതുപക്ഷത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. അള്ളാഹു വിചാരണ നടത്തും, അതിൽ വലതുപക്ഷം അനുഗ്രഹീതരാകും എന്നുള്ള സൂചനയായിട്ടാണ് അതിന്റെ മറുപടി എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ മഹാസംഭവം സംഭവിച്ചാൽ, വന്നു ഭവിച്ചാൽ എന്നതാണ് ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖഅത്തിൽ വാഖിഅ, വാഖിഅ എന്ന പ്രയോഗം ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയും. വഖഅ എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ പദാർത്ഥം വന്ന് വീഴുക, പതിക്കുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം വഖഅ. അതേ സമയത്ത് പല സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. വഖഅൽ അംർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിച്ചു എന്നാണ് ആശയം. വഖഅ സ്ഥിതി ചെയ്തു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു എന്ന ആശയത്തിൽ ഉപയോഗിക്കും. വഖഅ തായിർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി പറന്ന് ഇറങ്ങി എന്നതാണ് അതിൻ്റെ ആശയം. വഖഅൽ ഹഖ്, ഒരു സത്യം സ്ഥാപിതമായി എന്നാണ്. വഖഅത് ഹർബ്, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ്. വഖഅൽ ഖൗൽ, വചനം പുലർന്നു എന്നാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് വഖഅ എന്ന പ്രയോഗം അറബി ഭാഷയിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. അതിന് വാഖിഅ എന്ന് പറയുമ്പോൾ ഒരു സംഭവം എന്നായിരിക്കും ആശയം. പലതരം സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? കഴിഞ്ഞ ദിവസം കോടതി വിധി കേട്ടു നമ്മൾ, അതൊരു സംഭവമായിരുന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ. എന്നാൽ അതിൻ്റെ കൂടെ അലിഫ്ലാം ചേർക്കുമ്പോൾ അൽ വാഖിഅ എന്ന് പറയുമ്പോൾ ആരാണോ പറയുന്നത് അയാളാണ് പിന്നെ അതിനെ കൃത്യമായിട്ട് നിർവചിക്കേണ്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വചനമാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തീർച്ചയായും ഖിയാമത്താണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അനിവാര്യമായും സംഭവിക്കേണ്ടതെന്തോ അതാണ് അൽ വാഖിഅ എന്ന് പറയുമ്പോൾ. അനിവാര്യമായും സംഭവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പ്രകൃതി സത്യങ്ങളെയാണ് അങ്ങനെ പറയാൻ. ഇന്ന് സൂര്യൻ ഉദിച്ചല്ലോ, ഇപ്പോൾ അസ്തമിച്ചു, രാത്രിയായി. ഇത് അനിവാര്യമായും സംഭവിക്കേണ്ട പ്രകൃതി നിയമമാണ്. എങ്കിൽ ഇതേപോലെ ഒരു നാൾ ഈ പ്രപഞ്ചത്തിന്റെ ചലനം നിലച്ചു പോകും. അതും അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ ആരും സംശയിക്കേണ്ടതില്ലാത്ത വിധം പുലരുമെന്നുറപ്പുള്ള ഒരു യാഥാർത്ഥ്യം. വാഖിഅ, ഹാദിസ എന്ന് പറയാം. ഒരു സംഭവം അല്ലെങ്കിൽ അത്യാഹിതം, വിപത്ത്, അനിഷ്ടകരമായത്, പൊടുന്നനെ സംഭവിക്കുന്നത്, ഈ ആശയത്തിലൊക്കെയും വാഖിഅ എന്ന പ്രയോഗം ഉപയോഗിക്കാവുന്നതാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ, ഇമാം ഖുർത്തുബി അതിന് നൽകുന്ന വിശദീകരണം ഇദാ ഖാമത്തിൽ ഖിയാമ എന്നാണ്. ഇദാ ഖാമത്തിൽ ഖിയാമ, ലോകാവസാനം വന്നു ഭവിച്ചാൽ, സംഭവിച്ചാൽ എന്ന ശൈലി തന്നെ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും.
ഖുർആനില് വാഖിയ എന്ന പ്രയോഗം എവിടെയൊക്കെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഫയൗമ ഇദിൻ വഖഅത്തിൽ വാഖിയ, സൂറത്തുൽ ഹാഖ 15-ാമത്തെ ആയത്തിൽ വന്നിരിക്കുന്നു. അത് ഖിയാമത്ത് തന്നെയാണ്. ഫയൗമ ഇദിൻ വഖഅത്തിൽ വാഖിയ വ ഇന്ന ദീന ലവാഖിയ, സൂറത്തു ദാരിയാത്ത് 6-ാമത്തെ ആയത്തില് ആ ദിനം, ആ പ്രതിഫല ദിനം സംഭവിക്കുന്നത് തന്നെയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിയ, സൂറത്തു തൂർ 7, അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. സഅല സായിലും ബിഅദാബിൻ വാഖിയ, വന്നു ഭവിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ചോദിക്കുന്നവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനില് ഈ പ്രയോഗം വന്നിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് പ്രതിഫലവുമായി ബന്ധപ്പെട്ട്, നല്ല പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഖുർആൻ എങ്ങനെ പ്രയോഗിച്ചത്. ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, സൂറത്തു നിസായിലെ ഹിജ്റ ചെയ്ത ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, അങ്ങനെ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയ ആൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നിടത്ത് വഖഅ അജ്റുഹു എന്ന നിലക്ക് അള്ളാഹു ഉപയോഗിച്ചായിട്ട് കാണും. ഏതായാലും ഈ പ്രയോഗത്തിന്റെ ആശയം വഖഅത്തിൽ വാഖിഅ എന്ന ഈ ആയത്തിൽ നിന്ന്, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആശയം, ഒന്ന്, അന്ന് ഉയർത്തെഴുന്നേൽപ്പിനെതിരായിട്ട് നടന്നുകൊണ്ടിരുന്ന, അന്ന് മക്കയിൽ നടന്നുകൊണ്ടിരുന്ന പലവിധ ചർച്ചകളുണ്ടല്ലോ, സംഭവിക്കുമോ ഇല്ലയോ എന്ന നിലക്കുള്ള സംശയങ്ങൾ. ആ സംശയങ്ങളുടെ വേരറുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് മനസ്സിലാക്കാം. അവരെന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഇദാ മിത്ന വകുന്ന തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്, സൂറത്തു ഖാഫ്. നമ്മൾ മരിച്ചു മണ്ണോട് ചേർന്നിട്ട് വീണ്ടും ഒരു തിരിച്ചു വരവോ, അത് അതിവിദൂരമാണ്, അസംഭവ്യമാണ് എന്നവർ പറഞ്ഞു. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, അവർ നമ്മെക്കുറിച്ച് പല ഉപമകളും ചമച്ചു, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് മറന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഖാല മയ്യുഹീൽ ഇളാമ വഹിയ റമീം, ദ്രവിച്ചുപോയ ഈ എല്ലിനെ ആരാണ് ജീവിപ്പിക്കുക? ശ്മശാനത്തിൽ പോയിട്ട് ദ്രവിച്ച എല്ലിന്റെ കഷ്ണം കൊണ്ടുവന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തില്ലേ? ഇതിനെയാണോ ജീവിപ്പിക്കാൻ പോകുന്നത് എന്നവർ ചോദിച്ചു. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി ആയിക്കൊണ്ട് ഇവിടെ വചനം അവതരിപ്പിക്കാൻ. ഇത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള വളരെ ഗൗരവതരമായ താക്കീതിന്റെ സ്വരത്തിലുള്ള ഒരു അവതരണം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് 2-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ലൈസ ലി വഖഅതിഹാ കാദിബ, ലൈസ ഇല്ല, ലി വഖഅതിഹ, വഖഅത്ത് സംഭവം എന്നാണ് അർത്ഥം. ഈ വഖഅയുടെ ക്രിയാധാതുവായിട്ട് വഖഅത്ത് എന്ന പദത്തെ മനസ്സിലാക്കാം. അത് സംഭവിക്കുന്നതിനെ, ലൈസ ലി വഖഅതിഹ, അത് സംഭവിക്കുന്നത് അല്ല, ഇല്ല, കാദിബത്തുൻ, അതിനെ തള്ളിപ്പറയുന്നവൻ ഇല്ല. കദിബ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ തള്ളി പറഞ്ഞു എന്നാണല്ലോ അർത്ഥം. ലൈസ ഇല്ല, ലി വഖഅതിഹ, ഹ എന്നത് വാഖിഅയാണ് ഉദ്ദേശിക്കുന്നത്. ആ മഹാസംഭവത്തെ തള്ളിപ്പറയുന്നവൻ ഇല്ല എന്നാണ്. എന്താണ് അതിന്റെ ആശയം? അന്ന് അത് സംഭവിക്കുന്ന വേളയിൽ ഖിയാമത്തൊന്നും സംഭവിക്കില്ല എന്ന് തള്ളിപ്പറയാൻ ആരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം. അതോടൊപ്പം മറ്റൊരാശയം, ഖിയാമത്ത് സംഭവിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ വഴിതിരിച്ചു വിടാൻ ആർക്കും സാധ്യമല്ല. ഒരു പ്രളയം വന്നാൽ വഴിതിരിച്ചു വിടാൻ കഴിയുമോ? ഒരു കോവിഡ് വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ നിശ്ചയമാണെങ്കിൽ അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും എന്നതാണ്. അതിനാൽ ലൈസ ലി വഖഅതിഹ കാദിബ. ഇപ്പൊ പലരും പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതൊക്കെ അന്ധവിശ്വാസമല്ലേ, അസംഭവ്യമല്ലേ. എന്നാൽ അത് സംഭവിക്കുന്ന വേളയിൽ അതിനെ തടഞ്ഞു നിർത്താൻ ആരുമില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ അതിനെ മറച്ചു വെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? സാധ്യമല്ല. അത് നിശ്ചിത സമയത്ത് സംഭവിക്കുകയാണ്. എങ്കിൽ അതേപോലെ ഖിയാമത്തിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട്
തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യം അത് സംഭവിക്കുന്നത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇസ്തജീബൂ ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് ലാ മറദ്ദ ലഹു മിനല്ലാഹ്. അള്ളാഹുവിന്റെ തീരുമാനത്തെ തടയുവാൻ, അതിനെ എതിരിടുവാൻ ആർക്കും സാധ്യമല്ലാത്ത ഒരു ദിനം എന്ന നിലക്കാണ് ഖിയാമത്തിനെ കുറിച്ച് മറ്റൊരിടത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അൽ കാഫിരീന ലൈസ് ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ. അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നവൻ ആരുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുന്നുണ്ട്. അതിനാൽ ഇതൊരു പ്രകൃതി സത്യമാണ്. ആ നിലയിലാണ് ഖിയാമത്തിനെ നോക്കിക്കാണേണ്ടത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞു വരുന്നത്, അല്ലെ? സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു വെച്ചിട്ടില്ലേ, ലോകാവസാനത്തിന് ഇനി 5 മിനിറ്റ് എന്ന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഥവാ അത്തരത്തിലുള്ള ചില ഗുരുതരമായ സംഭവങ്ങൾ ലോകത്ത് അരങ്ങേറുന്നതോടുകൂടി എന്താകും, ലോകം തന്നെ അവസാനിച്ചു പോകും എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ആ ശൈലിയിലാണ് ഈ ആയത്തിന്റെ ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. തുടർന്ന് 3-ാമത്തെ ആയത്തില് അങ്ങനെ സംഭവിച്ചാൽ, ഖിയാമത്ത് സംഭവിച്ചാൽ പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് എന്തൊക്കെയാവും? ഖാഫിളത്തുർ റാഫിഅ. ഖാഫിളത്തുർ റാഫിഅ. ഖഫള എന്ന പദത്തിന്റെ അർത്ഥം താഴ്ത്തുക എന്നാണ്. ഖഫള യഖ്ഫിളു, താഴ്ത്തി. റഫഅ, റാഫിഅ. റഫഅയുടെ അർത്ഥം ഉയർത്തി എന്നാണ്. റഫഅ, ഉയർത്തി. റഫഅ മുളാരി, അതിന്റെ ഭാവികാല രൂപം യർഫഉ എന്നാണ്. ഖഫളയുടേത് യഖ്ഫിളു എന്നാണ്. അപ്പോ ഒന്ന് താഴ്ത്തലാണ്, മറ്റേത് ഉയർത്തലാണ്. ഖാഫിളത്തുൻ, ഉയർത്തുന്നതും, റാഫിഅത്തുൻ, താഴ്ത്തുന്നതുമാണ് എന്നർത്ഥം. ഖാഫിളത്തുർ റാഫിഅ എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വിശദീകരണം, അത് ചിലരെ താഴ്ത്തുന്നതും ചിലരെ ഉയർത്തുന്നതുമാണ് ഖിയാമത്തും അതിൻ്റെ അനന്തര സംഭവങ്ങളും. വീഴ്ത്തുന്നതും ഉയർത്തുന്നതും, അല്ലെങ്കിൽ കീഴ്മേൽ മറിക്കുന്നത് എന്ന് പറയാം. ഈ ആശയത്തിലൊക്കെയും ഈ പ്രയോഗം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ പറയുമ്പോൾ, ഒന്ന്, താഴെയുള്ള വസ്തുക്കൾ മുകളിലും മുകളിലുള്ള വസ്തുക്കൾ താഴെയുമായിട്ട് കീഴ്മേൽ മറിക്കപ്പെടും. ഈ ഭൂമി ആകെ തകിടം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളും എന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ കീഴ്മേൽ മറിക്കപ്പെടുകയാണ്. ഇന്നത്തെ ഭൂമി മറ്റൊരു ഭൂമിയായിട്ട്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കിയിട്ട് മാറ്റിമറിക്കും എന്ന ആശയം ഖാഫിളത്തുർ റാഫിഅ എന്നതിലുണ്ട്. കീഴ്മേൽ മറിക്കുക, തകിടം മറിക്കുക എന്ന ആശയം. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ഖിയാമത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഖാഫിളത്തുർ റാഫിഅ എന്ന് പറയുമ്പോൾ വീണുപോയ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, എഴുന്നേറ്റ് നിൽക്കുന്നവരെ വീഴ്ത്തും എന്ന് പറഞ്ഞാൽ, ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവര് മരിച്ച് മറിഞ്ഞു വീഴും. എന്നാൽ മരിച്ചു കിടക്കുന്നവരോ എഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ആദ്യഘട്ടത്തിൽ എല്ലാം നശിക്കും, അടുത്ത ഘട്ടത്തിൽ എല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്ന നിലയ്ക്ക് ഖാഫിളത്തുർ റാഫിഅ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം തകിടം മറിക്കും എന്നാണ്. ഇനി ഒന്നുകൂടി, യൗമുദ്ദീനാണല്ലോ പ്രതിഫല ദിനം, അല്ലെ? നീതി നടപ്പിലാകുന്ന ദിനമാണ്. ആ നിലക്ക് ഖാഫിളത്തുർ റാഫിഅയെ നമ്മൾ സമീപിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖിയാമത്ത് സംഭവിച്ചാൽ ഇന്ന് ഭൂമിയിൽ അന്തസ്സുള്ള ആ നിലക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അന്ന് നിന്ദ്യരായിട്ട് മാറും, അപമാനിതരാവും. പൊതുവെ സമൂഹത്തിൽ നിന്ദ്യരായി അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെ കഴിയേണ്ടി വരുന്ന ജനവിഭാഗമുണ്ടല്ലോ, അവർ അന്ന് അന്തസ്സുള്ളവരായിട്ട് മാറും. അത് അള്ളാഹുവിൻ്റെ നീതിബോധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ്. വിശ്വാസികൾ, ദീനിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ പലപ്പോഴും അപമാനിതരും അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്നവരും പരീക്ഷിക്കപ്പെടുന്നവരുമായി മാറുന്നു. ഇപ്പൊ സമകാലിക കാലഘട്ടത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ നമ്മൾ അപമാനം പേറേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അതേ സമയത്ത് ഖിയാമത്തിന്റെ വേളയിൽ എന്താകും? അപമാനിതരായ, സത്യത്തിന്റെ മാർഗത്തിൽ സകലം സഹിച്ച് പുറത്ത് മുന്നോട്ട് പോകുന്നവർ അള്ളാഹുവിന്റെ മുമ്പിൽ
ഉയർന്നു നിൽക്കുന്ന ഇസ്സത്തോട് കൂടിയിട്ട് അള്ളാഹുവിങ്കിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന പ്രശാന്തമായ ആത്മാവേ എന്ന സ്വർഗത്തിലേക്ക് അവർ സ്വാഗതം ചെയ്യപ്പെടുന്ന സന്ദർഭം ഉണ്ടാകും. അതേപോലെ തന്നെ ഇന്ന് ഭൂമിയിൽ അധികാരവും സമ്പത്തും അതുപോലെ സ്ഥാനമാനങ്ങളും പദവികളുമെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന ഏകാധിപതികളായ ആളുകൾ, അവര് നാളെ പരലോകത്തെത്തുമ്പോൾ നിന്ദിതരായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇതിന്റെ വിശദീകരണം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാം. ഹഫലത്തിൽ മുത്തക്കബിരീൻ എന്നാണ് ഹഫലത്തിൽ മുത്തക്കബിരീൻ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത്. അഹന്തയുള്ള അഹങ്കാരികളായ ആളുകളൊക്കെയും താഴ്ന്നു പോകും. വറഫഅത്തിൽ മുസ്തദഅഫീൻ ദുർബലരായ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഖഫലത് അഅദാ അല്ലാഹി ഫിന്നാർ, അള്ളാഹുവിന്റെ ശത്രുക്കൾ നരകത്തിൽ മുഖം കുത്തി വീഴും. വറഫഅത് ഔലിയാ അല്ലാഹി ഫിൽ ജന്ന, അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, ഈ ഭൂമി തകിടം മറിയും എന്നതാണ്. മറ്റൊന്ന് ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയും ഒന്ന് മനുഷ്യന്റെ പദവികളുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ആയത്ത് ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ എന്നതാണ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ. റജ്ജ എന്ന പദത്തിന്റെ അർത്ഥം സൽസല അഥവാ കിടുകിടെ വിറപ്പിച്ചു, പ്രകമ്പനം കൊണ്ടു എന്നാണ് റജ്ജ എന്ന വാക്കിന്റെ അർത്ഥം. ഇഹ്തസ്സ എന്നൊക്കെ ഉണ്ടല്ലോ, പ്രകമ്പനം കൊണ്ട് ആകെ പ്രപഞ്ചം തന്നെ കിടിലം കൊള്ളും വിധത്തിൽ അസ്വസ്ഥമാകുന്ന സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇദാ റുജ്ജത്തിൽ അർൾ, ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ, റജ്ജൻ ഒരു വിറപ്പിക്കൽ, അഥവാ അപ്പോൾ ഭൂമി ഒറ്റയടിക്ക് വിറപ്പിക്കപ്പെടും. ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രദേശമല്ല, പ്രാദേശികമായിട്ടല്ല, മറിച്ച് മുഴുവൻ പ്രപഞ്ചവും മുഴുവൻ ഭൂതലവും ഒരേപോലെ വിറപ്പിക്കപ്പെടുന്ന സർവനാശത്തിൻ്റെതായ ഒരു ഘട്ടമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത്. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന ശൈലിയിൽ തന്നെ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന ശൈലി തന്നെയാണ് പടച്ചതമ്പുരാൻ ഇവിടെ ഉപയോഗിച്ചത്. ഒരു വാക്ക് തന്നെ ഒന്നിലധികം തവണ ആവർത്തിച്ചു വരുമ്പോൾ അറബി ഭാഷയിൽ അത് കൂടുതൽ ഭദ്രമായ, കൂടുതൽ ശക്തിമത്തായ ഒരു അവതരണ ശൈലിയായിട്ട് മാറുന്നു. അതാണ് ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ എന്ന പ്രയോഗത്തിൽ കാണാൻ കഴിയും. സുൽസിലത്ത് സിൽസാലൻ ശദീദൻ, അതികഠിനമായിട്ട് ഈ ഭൂമി വിറപ്പിക്കപ്പെടും. ഇന്ന സൽസലത സഅതി ശൈഉൻ അളീം, സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെ ആയത്തിലെ നിശ്ചയം ആ സൽസലത്തു സഅ, ഖിയാമത്തിന്റെ ആ വിറപ്പിക്കൽ, ആ പ്രകമ്പനം അതിഗുരുതരമായ ഒരു സംഭവമാണ് എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നു. റജ്ജ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടലിൽ അകപ്പെട്ട്, കാറ്റിലും കോളിലും അകപ്പെട്ട് ഇളകി മറിയുന്ന വഞ്ചി ഉണ്ടല്ലോ, അതിന്റെ അവസ്ഥയെ റജ്ജ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കും. അതുപോലെ ഒരു കുഞ്ഞ് ഉണർന്ന് തൊട്ടിലിൽ കിടന്ന് വല്ലാതെ ഇങ്ങനെ പിടച്ചു കളിക്കുന്ന അവസ്ഥയെ റജ്ജ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ആ നിലയ്ക്ക് കിടുകിട വിറപ്പിക്കപ്പെടുന്ന സാഹചര്യം ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും, മനുഷ്യൻ എങ്ങനെയാണ് ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു താക്കീദിന്റെ സ്വരത്തിൽ തന്നെ ഇവിടെ ഉണർത്താണ്. ഇവിടെ ഭൂമിയെക്കുറിച്ചാണ് അല്ലാഹു തആല ഇങ്ങനെ പരാമർശിച്ചത്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ. റുജ്ജ എന്ന പദം അറബി ഭാഷയിൽ മജ്ഹൂൽ എന്ന് പറയും, അഥവാ പാസീവ് വോയിസ്, കർമ്മണി പ്രയോഗമാണ്. അഥവാ വിറപ്പിക്കപ്പെട്ടു എന്നാണല്ലോ അതിന്റെ ആശയം. വിറപ്പിക്കപ്പെട്ടു, വിറപ്പിച്ചു, അള്ളാഹു വിറപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം വിറപ്പിക്കപ്പെട്ടു എന്ന ശൈലിയാണ് സ്വീകരിച്ചത്. ഇതാ സുൽസിലയിലും അങ്ങനെ തന്നെയാണ്. സുൽസില എന്ന പദം കർമ്മണി പ്രയോഗമാണ്, അഥവാ കർത്താവ് പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രയോഗമായിട്ട് കാണാം. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് സംഭവിച്ചിരിക്കും എന്നതാണ്. ആരാണ് അതിൻ്റെ പിന്നിൽ എന്നതല്ല,
അതിനേക്കാൾ പ്രധാനം നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യം സംഭവ്യമാണോ അല്ലയോ എന്നതാണ്. അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിഷേധിച്ചുകൊണ്ട് രാക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് സംഭവിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തുടർന്ന് 5-ാമത്തെ ആയത്തിൽ വബുസ്സത്തിൽ ജിബാലു ബസ്സ എന്ന് പറയുന്നു. ബസ്സ എന്ന പദത്തിന്റെ അർത്ഥം തകർത്ത് തരിപ്പണമാക്കി എന്നാണ്. ഇല്ലാതെയാക്കി കളഞ്ഞു. ഒന്നിനെ വെട്ടി നുറുക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് ബസ്സ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബുസ്സത്തിൽ ജിബാലു ബസ്സ. ഇവിടെയും ബുസ്സ എന്നത് കർമ്മണി പ്രയോഗമാണ്, അഥവാ മജ്ഹൂലാണ്. മജ്ഹൂൽ, കർത്താവ് അറിയപ്പെടാത്ത രൂപത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ബുസ്സ തരിപ്പണമാക്കപ്പെട്ടിരിക്കുന്നു. അൽ ജിബാൽ പർവ്വതങ്ങൾ. ജബൽ ഏകവചനം, പർവ്വതത്തിന്റെ ഏകവചനം ജബലാണ്, ബഹുവചനമാണ് ജിബാൽ. ബസ്സൻ ഒരു തരിപ്പണമാക്കൽ. ബുസ്സത്ത് ബസ്സൻ, അങ്ങേയറ്റം ഇടിച്ചുടച്ച് നശിപ്പിച്ചു കളയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ വളരെ ശക്തിമത്തായ ഒരു സംവിധാനമാണല്ലോ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഖുർആൻ സൂറ അൻ-നബയിൽ വൽ ജിബാല ഔത്താദ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പർവ്വതങ്ങളെ ആണിക്കല്ലുകളായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ റാസിയ, റവാസി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നങ്കൂരങ്ങളായിട്ട്, ഈ ഭൂമി ഇളകാതിരിക്കാൻ വളരെ ഭദ്രമായ നങ്കൂരങ്ങളായിട്ട് പർവ്വതങ്ങളെ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയുടെ പർവ്വതങ്ങളാകുന്ന ഈ സംവിധാനത്തിന്റെ നട്ടും ബോൾട്ടും ഒക്കെ ഇളക്കിയിട്ട് ഈ ലോകത്തെ അല്ലാഹു തആല മറ്റൊരു ഘടനയിലേക്ക് പരിവർത്തിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. യസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നുണ്ട്. ഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, എന്റെ റബ്ബ് അതിനെ ഇടിച്ചുടച്ചു കളയും. സൂറത്തു ത്വാഹ 105-ാമത്തെ ആയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അല്ല മുഹമ്മദെ, അപ്പൊ ഈ പർവ്വതത്തിന് എന്ത് സംഭവിക്കും? പർവ്വതങ്ങൾ പറന്നു നടക്കും എന്നൊക്കെ നീ പറയുന്നില്ലേ? വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മംഫൂഷ്, കടഞ്ഞെടുത്ത രോമം പോലെ, അപ്പൂപ്പൻ താടി പോലെ പർവ്വതങ്ങൾ ഇങ്ങനെ പറന്നു നടക്കും. എങ്കിൽ നമുക്ക് അതിൽ കയറിയിട്ട് ഒന്ന് ഷാമ് വരെ പോയിട്ട് ഒരു പർച്ചേസ് നടത്തിയിട്ട് വന്നാലോ എന്ന ശൈലിയിലേക്ക് അവർ ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ പരിഹാസ്യപൂർവം ഖുർആനിക വചനങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിക്കുമെന്നുറപ്പുള്ള യാഥാർത്ഥ്യം എന്ന നിലയിൽ ഈ വിഷയം വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. വബുസ്സത്തിൽ ജിബാലു ബസ്സ. ഖുർആനിൽ വേറെയും ഇടങ്ങളിൽ ഈ പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ പറത്തപ്പെട്ടാൽ, അതിങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന അവസ്ഥ ഉണ്ടാവും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ, മരീചിക കണക്കെ കാണെ അകന്നു പോകുന്ന വിധത്തിൽ പർവ്വതങ്ങൾ പറത്തപ്പെട്ടാൽ എന്ന് പറയുന്നുണ്ട്. ഇതും സംഭവിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് എന്നർത്ഥം. വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅം മുംബസ്സ. എന്നിട്ട് എന്താകും? ഫകാനത്, അത് ആ പർവ്വതങ്ങൾ ആയിത്തീരും. ഹബാ, ധൂളി കണക്കെ ആയിത്തീരും. ഹബാ ധൂളിയാണ്, അതിന്റെ ബഹുവചനമാണ് അഹ്ബാ എന്ന പദം. മുംബസ്സ, ബസ്സ എന്ന പദത്തിന്റെ അർത്ഥം പരത്തുക എന്നാണ്. ബസ്സ യബസ്സു, പരത്തി. ഇംബസ്സ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്നിച്ചിതറി പോവുക എന്നതാണ്. ചിന്നിച്ചിതറി ആകെ വ്യാപിച്ചു കിടക്കുന്ന അവസ്ഥയെയാണ് ഇംബസ്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാവികാല ക്രിയ യംബസ്സു എന്നാണ്. മുംബസ്സ എന്ന് പറയുമ്പോൾ ചിതറിത്തെറിച്ച അവസ്ഥയിൽ, പർവ്വതം ആകെ ധൂളി പോലെ ചിതറിത്തെറിച്ച് നിൽക്കുന്ന അവസ്ഥ സംഭവിക്കും. അതുതന്നെയാണ് സൂറത്തുൽ ഖാരിഅയില് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മംഫൂഷ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ശൈലിയിൽ പടച്ചതമ്പുരാൻ ഖിയാമത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കുറിച്ച്, അന്ന് സംഭവിക്കാനിരിക്കുന്ന
പ്രപഞ്ചഘടനയിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഭദ്രമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ എന്ന് കാണാം. ഈ ആയത്തുകളുടെ ഒരു പ്രത്യേകത വളരെ കാച്ചിക്കുറുക്കിയ ശൈലിയാണ്. കവിതകൾ പോലെ മനുഷ്യ മനസ്സിനെ പിടിച്ചുലച്ച് കളയുന്ന, ഓരോ വാക്കിലും സ്ഫോടനാത്മകമായ ആശയങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു ശൈലിയാണ് അല്ലാഹു തആല സ്വീകരിച്ചത്. പ്രത്യേകിച്ചും മക്കി സൂറകളുടെ ഒരു സവിശേഷത തന്നെ അതാണല്ലോ. ഈ നിലയിൽ മനുഷ്യ മനസ്സിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ കവിത പോലെ എന്നാൽ കവിതയല്ലാത്ത ദിവ്യ വചനങ്ങളാണിത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅൻ മുംബസ്സ എന്ന് പറയുമ്പോൾ ശരിക്കും ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങുന്ന, ജനഹൃദയങ്ങളെ അതിശക്തമായിട്ട് സ്വാധീനിക്കുന്ന ശൈലിയിലാണ് ഈ വചനങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തുകളെ വളരെ ഭദ്രമായ നിലയ്ക്ക് പഠിച്ച് എടുക്കുവാനും മനസ്സിലാക്കുവാനും ബോധപൂർവം നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന വചനങ്ങളെ കൃത്യമായി അറിയുവാനും അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മിലേക്ക് ചേർത്ത് വെക്കാനും സാധിക്കും. പലപ്പോഴും ഖിയാമത്ത്, പരലോകം എന്നീ വിഷയങ്ങൾ ഒരു പുകമറയ്ക്കകത്താണ്. അതിനി വിശ്വസിക്കണമെങ്കിൽ തന്നെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടാലേ വിശ്വസിക്കാൻ കഴിയൂ എന്ന നിലക്കൊക്കെയാണ് പലരും അതിനെക്കുറിച്ച് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ ലോകം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ. അതിൽ യാതൊരു സംശയമില്ല. പ്രപഞ്ചം ചലനാത്മകമാണ്. ചലനാത്മകമായ എന്തിനും ഒരു തുടക്കമുണ്ടാകും. തുടക്കമുള്ള എല്ലാത്തിനും ഒരു ഒടുക്കവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബിഗ് ബാങ് തിയറി ആയാലും ഇനി അതുപോലെ ഏത് തലത്തിൽ ഏത് വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിച്ചാലും ഒരു തുടക്കം ഈ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഒരു ഒടുക്കവും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഖുർആൻ ലോകാവസാനത്തെക്കുറിച്ച് നിരന്തരം ഉണർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പരലോക ചിന്ത മനുഷ്യനിൽ സൃഷ്ടിക്കുക എന്നതാണ്. അത് മുഖേന ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുക എന്നതാണ്. ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, കുറെ കഴിയുമ്പോൾ മരിച്ചു പോകും എന്നതിനപ്പുറത്ത് ഈ നൽകപ്പെട്ടിരിക്കുന്ന അവസരം സൃഷ്ടാവായ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വിനിയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ പരമാവധി ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന വലിയ ചിന്തയും ഉത്തരവാദിത്ത ബോധവുമാണ് യഥാർത്ഥത്തിൽ ഈ ഖിയാമത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും തെളിമയോടുകൂടി കടന്നു വരേണ്ടത്. മക്കീ കാലഘട്ടത്തിലെ ഇത്തരം സൂറകൾ പഠിക്കുമ്പോൾ ഖിയാമത്തിനെ അരക്കിട്ടുറപ്പിക്കാൻ നമുക്ക് കഴിയും. സൂറത്തു തക്കാസുറിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്നുണ്ടല്ലോ, വ്യത്യസ്തമായ തലത്തിൽ നാം പരലോകത്തെ സമീപിക്കേണ്ടതുണ്ട്. അത് ഇൽമുൽ യഖീനാണ്, ഐനുൽ യഖീനാണ്. അതുപോലെ തന്നെ ഈ സൂറ പരാമർശിക്കും പോലെ ഹഖുൽ യഖീൻ, സുദൃഢമായ ബോധ്യമായിട്ടത് മാറണം. അറിവ് കാഴ്ചയായും കാഴ്ച അനുഭവമായും മാറുന്ന യഖീനായ തലത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണ്? ഈ ലോകം നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി അല്ല ഞാൻ ജീവിക്കേണ്ടത്, മറ്റൊരു ലോകത്തിന് വേണ്ടിയാണ് എന്ന ബോധ്യം മനസ്സിലുണ്ടാകും. താൽക്കാലികമായ നഷ്ടങ്ങളെ ഉൾക്കൊള്ളുവാനും പുലരുമെന്നുറപ്പുള്ള നാളേക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെക്കാനും നമുക്ക് സാധിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. സൂറത്തുൽ വാഖിഅയിലെ 6 ആയത്തുകളാണ് ഇന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ആയത്തുകൾ നന്നായി പാരായണം ചെയ്തും വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിച്ചും ആശയം ഉൾക്കൊണ്ടുകൊണ്ടും പരമാവധി ഈ സൂറയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സദസ്സിന് എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം അതിന് അനുവദിക്കുകയാണ്.
സൂമിലുള്ള ആളുകൾക്കാണ് ചോദിക്കാൻ അവസരമുള്ളത്. 400ഓളം ആളുകൾ നമ്മുടെ ക്ലാസ് സൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ യൂട്യൂബിലും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂമിലുള്ള ആളുകൾക്ക് അന്വേഷണങ്ങൾക്കുള്ള ഓപ്ഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. വലൈക്കും അസ്സലാം. ഞാൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടല്ല, നമുക്ക് ലിങ്ക് എന്നും ഒരേപോലത്തെ ആണെങ്കിൽ നന്നായിരുന്നു. ID പാസ്വേഡ് ഒക്കെ ഇത് കഴിഞ്ഞ ആഴ്ചയിലല്ല ഈ ആഴ്ച, അപ്പൊ നമുക്ക് കുറച്ച് പ്രയാസപ്പെട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ സ്ഥിരം ലിങ്ക് ആയിരിക്കും. അടുത്ത ആഴ്ച മുതൽ പുതിയത് സ്ഥിരമായിട്ട് ഉള്ളതായിരിക്കും. ഇൻഷാ അല്ലാഹ്. ക്ലാസിന്റെ ഫീഡ്ബാക്കും ഇത്തരം കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലെ അഡ്മിനുമായിട്ട് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അറിയിക്കാവുന്നതാണ്. ഈ ക്ലാസിന്റെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിനുമായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം പേഴ്സണലായിട്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട ചർച്ചകൾ അപ്പൊ ചോദിക്കും ഉറപ്പായിട്ട് പോവാണോ? അപ്പൊ പോകുള്ളൂ. അസ്സലാമു ബഷീർ ക ഷംസുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യമാണ്. അള്ളാഹ് എന്നുള്ള നാമം ഇല്ലാത്ത 3 സൂറകൾ പറഞ്ഞല്ലോ. അപ്പൊ അത് കൂടാതെ വേറെയും സൂറകൾ അള്ളാഹ് എന്നുള്ള നാമം ഇല്ലാത്ത വേറെ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഖുറൈശ്, മാഊന്, അങ്ങനെയുള്ള സൂറകളിലൊന്നും അള്ളാഹ് എന്നുള്ള നാമം ഇല്ലല്ലോ. അത് ആ ഒരു ഈ സൂറയുടെ മുമ്പുള്ള 3 സൂറകളുടെ കാര്യം മാത്രമാണോ പറഞ്ഞ, ഇനി മൊത്തത്തിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? സൗണ്ട് ഓൺ ചെയ്യണേ. ബഷീർ മുഹിദ്ദീൻ സാഹബ്, നിങ്ങളുടെ സൗണ്ട് ഓഫ് ആണ്, ഓൺ ചെയ്യണം. ഓക്കെ. അതെ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ 3 സൂറകൾ തുടർച്ചയായിട്ട് വരുന്നു എന്നാണ്. 3 സൂറകൾ, സൂറ അൽ ഖമർ, അർ റഹ്മാൻ, അൽ വാഖിയ, ഈ 3 സൂറകൾ അടുത്തടുത്തായിട്ട് അള്ളാഹു എന്ന പദം വരാതെ ചേർന്ന് വന്നിരിക്കുന്നു. ആ ഒരു പ്രത്യേകത സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ധാരാളം സൂറകളുണ്ട് അള്ളാഹു എന്ന പദം ഇല്ലാത്തത്. ചോദ്യങ്ങളില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം. നാം സൂറത്തുൽ വാഖിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് തൻ്റെ ഏറ്റവും ഇഷ്ട അനുചരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖദ് ശിബ്ത, അള്ളാന്റെ റസൂലെ അങ്ങ് നരച്ചു പോയല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താണെന്നറിയോ? ശയ്യബത്നി ഹൂദ് വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവ്വിറത്. ഈ സൂറകളാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എണ്ണപ്പെട്ട മുടികൾ തലയിൽ നരച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാല് ഈ സൂറകൾ അവതരിച്ചപ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലും വലിയ താങ്ങാൻ പറ്റാത്ത ഭവിഷ്യത്തുകൾ ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് ആളുകളുടെ ഭാവം മാറുക, മുടി നരച്ചു പോവുക, ക്ഷീണിച്ചു പോവുക. ഈ സൂറകൾ ഇറങ്ങിയപ്പോൾ ഖിയാമത്തിനെ കുറിച്ചുള്ള ആ ഭയാനകമായ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അസ്വസ്ഥനായിപ്പോയി. നമ്മുടെ മനസ്സിലും ഖിയാമത്ത്
സജീവമായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനാണ് ഈ സൂറ നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയോടൊപ്പം സഞ്ചരിക്കുവാൻ, പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, ആമീൻ. ഈ സൂറ ഉൾക്കൊണ്ടും പഠിച്ചും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. കേവലം ആമീൻ. ഒരു അറിവിനപ്പുറത്ത് ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ ഈ സൂറയിലെ ആശയങ്ങളെ ആ നിലയ്ക്ക് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, മനസ്സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. നാട്ടിൽ കോവിഡ് ബാധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ കേരളം അതില് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഉടപ്പിറപ്പുകൾ, ഞങ്ങളുടെ നാട്ടുകാര്, സഹജീവികൾ, മുഴുവൻ മനുഷ്യരും എല്ലാവർക്കും ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. രോഗബാധയിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. രോഗികളായവർക്ക് സബറും തവക്കലും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.